പണ്ട് ഇത് ഓടിച്ചാള് കൊണ്ട് ഇവിടെ തോട്ട് കൊണ്ടിട്ട് കിട്ടാ ശ്രദ്ധിച്ച് ഓടിച്ചോളി. അഞ്ചതി ഇതോ ലൈസൻസും ഒന്നും വേണ്ടാത്ത നമ്മുടെ തോട്ടം ഓടിക്കാണ്. ഒന്നും നടക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മള് ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മളിവിടെ വ്യാപകമായി ഉപയോഗിക്കുന്ന വണ്ടി കേട്ടോ. ഏകദേശം ഒരു 20 കിലോമീറ്റർ മാക്സിമം സ്പീഡ് ഇതിനുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് നമ്പർ ബോർഡോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. ഇലക്ട്രിക്കാണ് സാധനം. ഇവിടെ ഈ കാറ്റും ഇറക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ സാധനം സുലഭമായിട്ട് ഇവിടെ ഉണ്ട്. ഓടിക്കാനൊന്നും സുഖമാണ്. നമ്മുടെ നാട്ടിലത്തെ ഓട്ടോറിക്ഷ ഒന്നും ഇവിടെ ഇല്ല. ഇതിന് ടോട്ടോ എന്നാ പറയാം. ടോട്ടോ ഒരു വണ്ടിക്കാ പൈസ കൊടുത്തില്ലേ? നമ്മളെ ഫ്രണ്ടാണ് ചങ്ക. ആ കുറഞ്ഞ ദൂരം നമ്മൾ വന്നിട്ടുള്ളൂ. എന്നാലും മോശമല്ലേ, എന്തെങ്കിലും കൊടുക്കണ്ടേ? അല്ല നമ്മളെ വിളിച്ചെടുത്ത് ഇഷ്ടല്ലോ മുപ്പര്. റൗണ്ട് എടുത്താട്ടാ. നമ്മൾ ചായക്കടയിലെത്തിയ നമ്മളെ ഹജറത്തുമാർ ഇവിടെ ഉണ്ട്. अस्सलाम वालेकुम। रात को यार रात को क्या किया? मैं खाना खाने चला गया, तब से खत्म हो गया मैं। ഹജറത്തുമാരുണ്ട് നമ്മളെ കൂടെ ചായ കുടിക്കാൻ. आपको ये हुआ कि हजरत वीडियो कर रही है ब्लॉग के लिए माशाल्लाह। केरला में काम किया था। കണ്ണൂർ में कन्नौर तलमपुरम्ब തളിപ്പറമ്പ. ഒരു തളിപ്പറമ്പില് ജോലി ചെയ്തിരുന്നിട്ടാ. തളിപ്പറമ്പ് കഹാ? दारुल फला दारुल फला इस्लामिक हकीम क्या കോളേജ് ആണ്? हां കേരളത്തിൽ വന്നിട്ടുണ്ട് നമ്മളത്. മുമ്പൊരു സൈദിയാനാ मिसबाही। हाँ मिसबाही वीडियो पर बात कर रहे हैं, वीडियो कर रहे हैं दोनों यार मैं ताज्जुब कर रहा था कि बिल्कुल बिल्कुल बिल्कुल। ए हम लोग पानी लेंगे ना, कुछ चाय लेंगे, खाना खाने जाएंगे। मैं क्या कर रहा भाई, क्या कर रहा भाई? हमारे दो क्लास മൂപ്പര് വരുന്നേ കേരളക്കാര് വെള്ളം കുടിക്കണ രാത്രി ചായ കുടിക്കുന്ന. ഇവിടെ ഉള്ളവരൊക്കെ കുറച്ച് ചായ കുടിക്കുന്നുണ്ടാവും. നമ്മളാണ് ചായ കുടിക്കുന്ന ആൾ. खाने के पहले चाय, सुबह चाय, मॉर्निंग चाय, इवनिंग चाय, दोनों का टाइम चाय। जिंदगी में पूरा चाय है, हाँ वो जरूरी है। जिंदगी का दूसरा नाम ही चाय करना है। एक चाय पिया तो बहुत क्या एक क्यों ना यार, पूरा भर भर के गिलास नहीं। चाय पीना ज्यादा टाइम पकड़। हाँ मतलब आप लोग चाय के बिना नहीं रह पाएंगे। लाल चाय बोलेंगे लाल चाय पीता है? कट्टन चाय। क्यों കട്ടൻ ചായ? വെറുതെ അല്ലല്ലേ. മൂപ്പര് ഇന്നലെ എന്നോട് കുറെ മലയാളി കുറെ സംസാരിച്ചു. ഞാൻ എത്ര പെട്ടെന്ന് ഇപ്പോഴാണ് അറിയണത് ഞാൻ. ഇയാള് വന്ന സമയത്ത് നിങ്ങളൊക്കെ നാട്ടിലാണ്. ചെറിയൊരുനാളുടെ സമയത്ത് ചെറിയൊരുനാളുടെ സമയത്ത് ഞാനും സ്റ്റോറേജ് ഫുള്ളായി ഡിലീറ്റ് ആക്കിയിട്ടാണ് ഇപ്പൊ വരുന്നത്. പുതിയ ഗസ്റ്റ് ഉണ്ട് നമുക്ക്, നിജാസ് നൂറാനി. അദ്ദേഹം ചായ കുടിക്കുന്ന വിഷയത്തിൽ പുറകോട്ടാണ്. കാരണം മൂപ്പര് ഈ ഒരുപാട് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നോണ്ട് സമയം കിട്ടാറില്ല. ചായ കുടിക്കാൻ വിളിച്ചില്ല, വിഷമം. ഇന്നലെ വിളിച്ചിരുന്നു. ഞാൻ വിളിച്ചിരുന്നു ഇന്നലെ. ഇന്ന് വിളിച്ചില്ലല്ലോ. ഇന്ന് നിങ്ങളെ കണ്ടില്ല. ആ ഇതെന്താ DJ? ഹായ്. എന്തെങ്കിലും കാട്ടിട്ടോ, പിന്നെ ആ കൊളാം ബ്ലോഗൊക്കെ പോകണ്ട്. അപ്പോ ഇതില് സ്റ്റോറേജ് ഫുള്ളായാ പറയണം കേട്ടോ. ഈ തുറക്കനെ പറയട്ടോ. അല്ല ഇവിടുന്ന് ഞാൻ മുന്നിൽ കണ്ടാ പറയണമെന്നല്ലേ. ഈ ചേച്ചി ഇവിടെ ദുർഗാഷ്ടമിയാണ്. അല്ല മറ്റേ അത് ഇന്നലെ പറഞ്ഞേ. ഓക്കെ ഓക്കെ. രാത്രി പൂക്കുന്ന പൂവാണ്. ഇതുണ്ടല്ലോ 2 മണിക്ക് അങ്ങനെ സംഭവം ഉണ്ടല്ലോ, 10 മണി പൂവ്. ഇത് മുല്ലപ്പൂവാണ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. കാട്ടും അങ്ങനത്തെ വിഷയത്തിലേക്ക് വരാം.
പിന്നെ നമുക്ക് ഇന്ന് വരുന്ന സമയത്ത് ഉള്ളൊരു മുഴുവൻ പരിചയക്കാരല്ല ഇയാള് അതവിടെ ഫാൻസ്. ഇയാൾ ഇവിടെ എത്തിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ കേട്ടോ. ആൾക്കാരെ കയ്യിലെടുക്കാന് പല വിധത്തിലുള്ള ട്രിക്കും ഇയാൾ എടുത്തിട്ടുണ്ട്. ഒരു ട്രിക്ക് പല്ലിറിച്ച് കാണിച്ചു കൊടുക്കാം, ഒന്നല്ലേ പൊട്ടനാന്ന് പറഞ്ഞിട്ട് ചെകിടത്തടി കിട്ടും. അല്ലെങ്കിൽ നല്ല എന്നാലും എന്തെങ്കിലും വായസാമർത്ഥ്യം വേണ്ടേ ഒരാളെ സംസാരിക്കാൻ, മര്യാദക്ക് സംസാരിക്കാൻ എന്തൊക്കെയാണ് റാത്തല്ലോ. ആദ്യം ഒരു വട്ടം കൈ കൊടുക്കാം, പിന്നെ ചിരി കൊടുക്കും, പിന്നെ കാണുമ്പോഴൊക്കെ തലാട്ടി, പിന്നെ നിർബന്ധിതരായിട്ട് ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ വരുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ പറയാനോ അതിനൊന്നും പറ്റിയില്ല. നിങ്ങൾ വന്നാലേ ഇതാവുള്ളൂ, പ്രവാസ് വരില്ല. നമുക്ക് പറയാനുള്ളത് കൈ കടയണം. ഈ നാട് ഇപ്പൊ നമ്മൾ ഈ നാട്ടുകാരനായിക്കണം കേട്ടാ. ചുറ്റുവട്ടത്തുള്ളവര് മുഴുവൻ നമ്മളെ പരിചയക്കാരായി, നമ്മളെ കുടുംബക്കാരായി അല്ലേ? കുടുംബക്കാരായില്ല, നാട്ടിൽ ചെന്ന് നാട്ടിലത്തെ ആൾക്കാരെ പോയിട്ട് അതെ. മറ്റൊരു കേരളത്തെ നമ്മൾ ഇവിടെ വാർത്തെടുക്കാനുള്ള ശ്രമത്തിലാണ്. കേരളത്തിലുള്ള ആ ഒരു നല്ലൊരു കൾച്ചർ നമ്മൾ കേരളത്തിലെ കൾച്ചറൊക്കെ പോയില്ല. അതായത് ബിഗ് ബോസ് ഒക്കെ കേട്ടില്ലേ? എന്താ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങളെ വീട്ടിൽ കയറ്റുവോ? വീട്ടിൽ കയറ്റുവോ? ഇല്ല. അതിനെ പറ്റി എന്താ പറയല്ലേ? എന്റെ വീട്ടിൽ കയറ്റുവോ? ഇല്ല. അതെ, അതങ്ങനെ സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റണോ? അതെ മാത്രമേ ഉള്ളൂ. അതെ. അപ്പൊ കേരളത്തിലെ കൾച്ചർ മാറിക്കൊണ്ടിരിക്കാന്നാ പറയുന്നത്. പല പ്രകൃതി വിരുദ്ധ സംഭവങ്ങളെ നോർമലൈസ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ മുന്നേറുന്നത്. പുതിയ തലമുറക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല. അവര് ഇഷ്ടപ്പെടാച്ചിട്ട് നമ്മളത് പറയാതിരിക്കണ. ഒരു സമൂഹത്തിൽ ഈ മൊത്തത്തിൽ നമ്മളെ കമ്മ്യൂണിറ്റി മൊത്തം ഒരു LGBT ആ ഇതിലേക്ക് പോയാൽ പിന്നെ ലോകത്തിന് നിലനിൽപ്പുണ്ടാവോ? നിങ്ങളെ അഭിപ്രായം എന്താ? അതിലുള്ള ആള് പറയുന്നുണ്ട്, അതിലത്തെ ആങ്കർ പറയുന്നുണ്ട്, നിങ്ങൾ പുറത്തൊക്കെ പഠിച്ച ആൾക്കാരല്ലേ, എന്താണ് എന്നിട്ടും ഈ ചിന്താഗതിയിലോടാണോ വരലെന്ന്. ഇപ്പൊ അമേരിക്കന്റെ അവസ്ഥ എന്താ? അമേരിക്കയില് ഈ ടീമിനെ ഇവിടെ ആണും പെണ്ണും മാത്രം മതി, 2 ജെൻഡറേ ഉള്ളൂ എന്ന് പറഞ്ഞാണ്. അയാളെ പല ഇതിനും നമുക്ക് എതിരഭിപ്രായം ഉണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി ഒന്നുകൂടി പറയാനുണ്ട്. അല്ല, സത്യത്തിൽ സ്റ്റോറേജ് ഫുള്ളായി. അപ്പൊ കുറച്ച് ഡിലീറ്റ് ആക്കിയിട്ടാണ് ഇപ്പൊ നമ്മൾ വരുന്നത്. അപ്പൊ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാന് പുതിയ സ്കൂള് മതി, അവിടെ വരുന്നുണ്ട് സ്കൂള്. ഇൻഷാ അല്ലാഹ് അതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് നമ്മുടെ സ്കൂൾ ഇങ്ങോട്ട് മാറ്റും, അവിടുന്ന് മറ്റേ ചെമ്പട്ടി കൊടുക്കൊക്കെ CSലത്തെ കുട്ടികളെ അങ്ങോട്ട് മാറ്റും. അപ്പൊ നല്ലൊരു വിദ്യാഭ്യാസ സാധ്യത ഉള്ള ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ട് നമ്മളെ തൊയ്വ മാറും. അതെ, ഇവിടെയുള്ള എല്ലാവരും, സമൂഹത്തിൽ എല്ലാവരും നമ്മളെ സ്കൂളിലും ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ വന്ന് പഠിക്കുന്നവരുണ്ട്. നമ്മള് സമൂഹത്തിന്റെ ഉന്നതി ലക്ഷ്യമാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ, അപ്പോ നാളെ ചായ അടിക്കാൻ പോകും. ഇതിലൊരു അല്ലെ നമുക്ക് നാളെ ഒരു വിഷയം കണ്ടെത്തിയിട്ട് അതിനെ കുറിച്ചിട്ട് പറയാം. അറിയോ? അയാളെ സ്ഥിരം കുറ്റിയാണ്. ഇജ്ജപ്പ ആരും അറിയില്ലേ? ഇവിടെ പഠിച്ച് ഞാൻ ആകെ 3 മാസത്തെ വ്യത്യാസമുള്ളൂ. അല്ലല്ല, ഒരു കൊല്ലം അത്രയല്ലേ ഉള്ളൂ. ഇത് 2 കൊല്ലം ഇതിന്റെ ഉള്ളിലായിരുന്നു. പുറത്തായിട്ട് യാതൊരു ബന്ധം ഉണ്ടായില്ല. കിതാബായിട്ട് മല്ലിടേത്. അപ്പൊ ഏതായാലും നാട്ടിൽ നിന്ന് ഉറുദു പഠിക്കാന്ന് വെച്ചിട്ട് അല്ല കിതാബ് ഓതാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്ന ഉസ്താന്മാര് മലയാളത്തിൽ ഓതി കൊടുത്തിട്ട് പിന്നെ ഉറുദുവിൽ ഓതിയിട്ട്. അപ്പൊ ഏതായാലും അടുത്ത ദിവസം കാണാം. ഇവിടുത്തെ കൂരി അതൊക്കെ ഊരില്ലേ? അല്ല, നമ്മുടെ നേതാവ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് തുറന്നു കൊടുക്കട്ടെ, ലോക്കാക്കി
തുറക്കി